സീരിയൽ കില്ലർ സെബാസ്റ്റ്യൻ പ്രതിയായ ഐഷ കൊലക്കേസിന്റെ അന്വേഷണവും ക്രൈംബ്രാഞ്ചിന്. നിലവിൽ ചേർത്തല പോലീസ് അന്വേഷിച്ചിരുന്ന കേസിൽ മൃതദേഹാവശിഷ്ടമടക്കമുള്ള തെളിവുകൾ കണ്ടെത്താൻ സാധിക്കാഞ്ഞതോടെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. അതേസമയം ജൈനമ്മ വധക്കേസിൽ DNA ഫലം പോസിറ്റീവായതോടെ സെബാസ്റ്റ്യനെതിരായ തെളിവുകൾ ശക്തമായി. ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യനെതിരെ 3 കൊലക്കേസുകളാണ് നിലവിലുള്ളത്. ഇതിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ വധക്കേസിൽ മാത്രമാണ് മൃതദേഹ അവശിഷ്ടമെങ്കിലും കണ്ടെത്താനായത്. സെബാസ്റ്റ്യന്റെ വീട്ടിലും പറമ്പിലുമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ രക്തക്കറകളും അസ്ഥികഷ്ണങ്ങളും ജൈനമ്മയുടേതെന്ന് DNA പരിശോധനയിൽ വ്യക്തമായി. ഇതോടെ കേസിൽ സെബാസ്റ്റ്യൻ കുരുക്ക് മുറുകിയിട്ടുണ്ട്. ഇതേസമയം കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ, ചേർത്തല സ്വദേശിനി ഐഷ എന്നിവരെ കൊലപ്പെടുത്തിയത് താനാണെന്ന് സെബാസ്റ്റ്യൻ സമ്മതിച്ചെങ്കിലും മൃതദേഹം നശിപ്പിച്ചതെങ്ങനെയെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ബിന്ദു പത്മനാഭൻ കേസ് ക്രൈംബ്രാഞ്ചും ഐഷ കേസ് ചേർത്തല പോലീസുമാണ് അന്വേഷിച്ചിരുന്നത്. എന്നാൽ മൃതദേഹാവശിഷ്ടമടക്കം കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ ഐഷ കേസും ക്രൈംബ്രാഞ്ചിന് കൈമാറി. 2024 ഡിസംബറിൽ കാണാതായ ജൈനമ്മയെ അന്നേ ദിവസം തന്നെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതായാണ് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. സെബാസ്റ്റ്യൻ പണയപ്പെടുത്തുകയും വിൽക്കുകയും ചെയ്ത ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഒറ്റപ്പെട്ടു കഴിയുന്ന സ്ത്രീകളെ വശീകരിച്ച് സ്വർണ്ണാഭരണങ്ങളും പണവും മറ്റും തട്ടിയെടുത്ത ശേഷം കൊലപ്പെടുത്തുന്ന മനോവൈകല്യമുള്ള കുറ്റവാളി എന്നാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് നൽകിയ കുറ്റപത്രത്തിൽ പറയുന്നത്. ജൈനമ്മ കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെ മറ്റു 2 കേസിലും നിർണായക തെളിവുകൾ കണ്ടെത്താനാകാത്തത് വലിയ തിരിച്ചടിയാണ്. കേസിലെ കാലപ്പഴക്കവും ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിലെ പാളിച്ചയുമാണ് പ്രധാന പ്രതിസന്ധി. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.